ഇത് ജൂൺ 1 എന്നിട്ട് സകല വണ്ടികളും അവസാനിപ്പിക്കാനുള്ള സർവീസ് 600 വണ്ടികൾ 800 വണ്ടികൾ CF ഇട്ടാണ്. അത് ഒറ്റ കാരണമുള്ളല്ലേ പ്രിയദർശിനി. ആർക്കും ഓട്ടവും കാര്യങ്ങളും ഇല്ല. ബാലൻസ് ഒക്കെ 500 രൂപയ്ക്കാണ് ബാലൻസ്. ഒരു വർഷം എത്ര രൂപ ടാക്സ് വരും? 1,20,000 രൂപ 20,000 രൂപ ടാക്സ്. പിന്നെ ഇൻഷുറൻസോ 60,000 രൂപ. ഏകദേശം ഒരു വർഷം റോൾ ചെയ്യണമെങ്കിൽ 2-2.5 ലക്ഷം രൂപ. ടെസ്റ്റ് വർക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപ അടുപ്പിച്ച് ഒരു വർഷം വേണ്ടി വരും വണ്ടി. ഈ ഒരു 3 ലക്ഷം രൂപ പ്രിയദർശിനി വന്നതോടുകൂടി എല്ലാവരും കട്ടപ്പുറത്ത് കയറിയാണ്. ഈ വണ്ടിയിലൊക്കെ തന്നെ നോക്കിയാലോ, ഈ വണ്ടി കയറുന്ന ആൾക്കാരൊക്കെ ആരുമില്ല. ഇന്നലെ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഈ ചേട്ടനുണ്ട്. ഈ ചേട്ടൻ വണ്ടിയിലെ ഡ്രൈവറായോണ്ട് നോക്കില്ല. വലിയ പറമ്പതേ പൊയ്യൊക്കെ വേണം വണ്ടിയാ. ഞങ്ങളുടെ റൂട്ടിലുള്ള സകലും വണ്ടിയൊക്കെ നിർത്താൻ പോകണമുള്ള പരിപാടിയാണ്. ശരിക്കും ഇതൊക്കെ കൊടുക്കേണ്ട അർഹതപ്പെട്ടവർക്കല്ലേ? ഈ 60 വയസ്സിന് മേലുള്ള അപ്പാപ്പന്മാർക്കും അമ്മമാർക്കും ഇല്ലെങ്കിലും പിള്ളേർക്കും കൊടുക്കണേ കുഴപ്പമില്ല. എല്ലാവരും മാക്സിമം പ്രൈവറ്റ് ബസ്സിൽ കയറി സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പ്രസ്ഥാനം നിന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിദ്യാർത്ഥികളെ. അതെ, ഇനിയിപ്പോൾ തൃശ്ശൂരൊക്കെ കുറേ വണ്ടി നിർത്തുകയെന്ന് പറഞ്ഞു. തൃശ്ശൂർ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുള്ള മേഖലയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പറ്റാനുള്ള 1000 രൂപയൊക്കെ ബാലൻസ് ഒന്നും എന്ത് ചെയ്യാനാ? 1000 കിട്ടണില്ല. അല്ല, ചില വണ്ടികൾ 1000 കിട്ടണ്ട്. അല്ല, ഇവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഇപ്പൊ ബംഗാളികൾക്ക് വരെ 1500 രൂപ ശമ്പളം എല്ലാ പണിക്ക് പോയി കഴിഞ്ഞാൽ. ഏത് പണിക്ക് 1000 രൂപയ്ക്ക് വേണ്ടി ശമ്പളം ഉണ്ട്. നമ്മളെ ഈ ആൾക്കാർ ചാളക്കൊള്ളി എന്നൊക്കെ പറയുമ്പോൾ ഇത് ശരിക്കും സത്യാവസ്ഥ ഇതാതെ. ഈ വണ്ടിയിലതെ ഈ ചൂടൊക്കെ അടിച്ച് ഒരു ഡ്രൈവറിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാന്ന് പറഞ്ഞാൽ നടപടിയുള്ള കാര്യമില്ല കേട്ടോ. ഇതാണ്ട നമ്മുടെ ഡ്രൈവറായിട്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇത് കാണുന്ന അധികാരികൾ ഇതിനെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുക. നിങ്ങൾ ടാക്സ് കുറച്ചെന്ന് അതൊരു ചെറിയ ആശ്വാസം ആവണുള്ളൂ. അതിനനുസരിച്ച് എണ്ണ വില കയറുക. നാളെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു വണ്ടിക്ക് 7,500 രൂപയ്ക്ക് ഡീസൽ അടിക്കണം ലിമിറ്റഡ്. അവസ്ഥയിലൊക്കെ ആകെ ബാലൻസ് 10 രൂപ ഉള്ളൂ. ഇതിൽ 2000 രൂപ പണിക്കാരി കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഒന്നും ഉണ്ടാവില്ല. മാക്സിമം എല്ലാവരും പ്രൈവറ്റിൽ കയറി സപ്പോർട്ട് ചെയ്യുക. KSRTCയിൽ അർഹതപ്പെട്ടവർ കയറാൻ കഴിയണവരും. എനിക്ക് അത്ര പറയാനുള്ളൂ. ഈ ഒരു മേഖല തകർന്നു പോരുത്. പല കുടുംബങ്ങളുടെ ആശ്രയമാണിത്. നമ്മളിത് പൊയ്യും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ കറക്റ്റുള്ള വീഡിയോ നമ്മൾ അടുത്ത ആഴ്ച ചെയ്യാം കേട്ടോ.